നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തി നിൽക്കുന്നത്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ ചൈതന്യവത്തായ ഒരു ദേവീക്ഷേത്രമാണിത്. സൗമ്യസ്വരൂപിണിയായി ജഗദംബിക കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനെ കുറിച്ചാണ് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങേണ്ടത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആണ്ടുവിശേഷമായ കുട്ടനെല്ലൂർ പൂരം അതിപ്രശസ്തമാണ്. അതിപുരാതനമായ അതിപ്രശസ്തമായ ദേവമേളയായ ആറാട്ടുപുഴ പെരുവനം പൂരത്തിൽ ഈ ക്ഷേത്രം വളരെ പണ്ട് പങ്കെടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ചൈതന്യവത്തായ ദേവീക്ഷേത്രത്തെക്കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങണം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ ജഗദംബിക തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയായി കുട്ടനെല്ലൂർ എന്ന ദേശത്ത് കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ദേവീക്ഷേത്രം വളരെ പണ്ട് അതിപുരാതന ദേവമേളയായ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. കുട്ടനെല്ലൂരിലും എടക്കുന്നിയിലും ചേർപ്പിലും പരശുരാമ മഹർഷി പ്രതിഷ്ഠ നടത്തിയത് ഒരേ ദിവസമാണ് എന്നാണ് വിശ്വാസം. മറ്റ് 2 ക്ഷേത്രങ്ങളും നമ്മൾ ഇതിനകം തന്നെ ഈ വ്ലോഗിലൂടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിബൃഹത്തായ ക്ഷേത്രഭൂമിയും ക്ഷേത്രമതിലും ക്ഷേത്ര ഗോപുരവും അതിപുരാതനമായ ഈ ക്ഷേത്രവും പ്രഥമ ദർശനത്തിൽ തന്നെ പൗരാണികതയുടെ പ്രൗഢിയും മനോഹാരിതയും ചൈതന്യവും പങ്കുവെക്കുന്നുമുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. 1ാം ഘട്ട പുനരുദ്ധാരണങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ഇരുനില വട്ട ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം ചെമ്പോലമേയുക എന്ന കർമ്മവും പിന്നീട് നവീകരണ കലശവും പ്രധാനമായും 2ാം ഘട്ട പുനരുദ്ധാരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടുന്ന് അറിയുവാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശാലമായ നടപ്പുര, ബലിക്കല്ല് എന്നിവ കടന്ന് വാതിൽ മാടത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് അതിബൃഹത്തായ കൊത്തുപണികളാൽ അലങ്കൃതമായ നമസ്കാര മണ്ഡപത്തിൻ്റെ മുമ്പിലേക്കാണ്. ഇരുനില വട്ട ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ചതുർഭുജ വിഗ്രഹത്തിൽ കന്യകാഭാവത്തിൽ സൗമ്യസ്വരൂപിണിയായി ജഗദംബിക കുട്ടനെല്ലൂർ ഭഗവതിയായി കുടികൊള്ളുന്നു. ഈ വട്ട ശ്രീകോവിലിനും ശില്പകലാ നൈപുണ്യത്തിൻ്റെ മനോഹാരിത അവകാശപ്പെടാനുണ്ട്. ഇരുവശത്തും ദ്വാരപാലികമാരാൽ കാവൽ നിൽക്കുന്ന ശ്രീകോവിലിൽ ശംഖുചക്രങ്ങളും അഭയവരദ മുദ്രകളുമായി ലാളിത്യത്തിൻ്റെ മനോഹാരിത പ്രകാശിപ്പിച്ചുകൊണ്ട് ബാലികാഭാവത്തിൽ ത്രിപുരസുന്ദരിയായി ശാന്തഭാവത്തിൽ ഈ ദേശത്തിൻ്റെ നാഥയായി വിശ്വജനനി പരിശോഭിക്കുന്നു. ഈ ദേവീ വിഗ്രഹത്തിൻ്റെ ആ ചാരുതയും പ്രത്യേകതയും ആകർഷണീയതയും പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ്. അതിനാൽ തന്നെ കണ്ണിമ വെട്ടാതെ എത്രയോ നേരം ജഗജ്ജനനിയെ ഇങ്ങനെ നോക്കി നിന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാന ശ്രീകോവിലിൻ്റെ തൊട്ടുപിറകെ കിഴക്ക് ദർശനമായി ഒരു ചെറിയ ശ്രീകോവിലിൽ വേറെ ഒരു ഭഗവതി പ്രതിഷ്ഠയുണ്ട്. ദുർഗാഭാവം തന്നെയുള്ള ഈ ശിലാപ്രതിഷ്ഠയ്ക്ക് കാരണം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തി ചൈതന്യം അത്രയും വർദ്ധിച്ചതിനാലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ദേവീ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും എല്ലാ പൂജാവിധികളും അനുഷ്ഠാനങ്ങളും നടന്നു വരുന്നുമുണ്ട്. നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാനും കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിനകത്തുള്ള എല്ലാ കാഴ്ചകളും പൗരാണികതയുടെ ഭംഗി പ്രവഹിപ്പിക്കുന്നുമുണ്ട്. ദീപാരാധനയില്ലാത്ത ഈ ക്ഷേത്രത്തിൽ 3 പൂജകളും 3 ശീവേലിയും നടക്കുന്നുണ്ട്. ദേവിക്ക് ശാന്തഭാവമായതിനാൽ ചെമ്പരത്തി, മുല്ല എന്നീ പുഷ്പങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. നാലമ്പലത്തിന് പുറത്ത് ശാസ്താവ് കുടികൊള്ളുന്നുണ്ട്. അതിവിശാലമായൊരു സർപ്പക്കാവും ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. പണ്ട് കുമരപുരം സ്വരൂപത്തിൻ്റെ അധികാരപരിധിയിലുണ്ടായിരുന്ന ഈ ദേശത്ത് ഒരു കർഷക സ്ത്രീ തൻ്റെ അരിവാൾ കരിങ്കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടുന്ന നേരം അതിൽ നിന്നും രക്തമൊലിച്ചു വരുന്നത് കണ്ട് ഭയചകിതയായി തൻ്റെ വാൾ വലിച്ചെറിയുകയും നാട്ടുകാരെയും നാട്ടുപ്രമാണിമാരെയും ഒക്കെ വിവരമറിയിക്കുകയും ചെയ്തു.
എല്ലാവരും ഇവിടെ എത്തി പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ദേവീ ചൈതന്യം തിരിച്ചറിയുകയും അങ്ങനെ മുല്ലനേഴി തിരുമേനിയെ വിളിച്ചു വരുത്തി അദ്ദേഹം ദേവിക്ക് പൂജ ചെയ്യുകയും ആദ്യത്തെ നിവേദ്യമായി നെയ്യപ്പം സമർപ്പിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഏറെ ഇഷ്ടമുള്ള പ്രാധാന്യമുള്ള വഴിപാട് ഇപ്പോഴും അപ്പം തന്നെയാണ്. കർഷക സ്ത്രീ വാൾ വലിച്ചെറിഞ്ഞപ്പോൾ ആ വാൾ വന്ന് വീണ സ്ഥലമാണ് വാളേറുകാവ് അഥവാ വളർക്കാവ് ക്ഷേത്രമായി മാറിയത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കുന്നംകാട്ടുകര നായർ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ അവകാശം ആദ്യമുണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരിൽ ഒരാളുടേതാണെന്ന് പറയപ്പെടുന്നു. വർഷത്തിൽ ഒരിക്കൽ തൃപ്പുത്തരി നിവേദ്യ സമയത്ത് മാത്രമാണ് ഇവിടെ വിളക്ക് വെച്ച് നിവേദിക്കാറുള്ളൂ. മുളയത്തിനടുത്തുള്ള മുല്ലക്കര തറവാട്ടിൽ താമസിച്ചിരുന്ന പരമഭക്തയായ പ്രായം ചെന്ന ഒരമ്മയുടെ അടുത്തേക്ക് ഒരു ദിവസം അതിതേജസ്വിനിയായ ഒരു ബാലിക എത്തിച്ചേർന്നു. ആ കുട്ടി അമ്മയെ എല്ലാ ജോലികളിലും ഇങ്ങനെ സഹായിക്കുവാനും തുടങ്ങി. ഒരിക്കൽ അമ്മയ്ക്ക് തീർത്ഥാടനം പോവേണ്ടതായി വന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും പാടത്ത് വിതയ്ക്കാനുള്ള വിത്ത് ഉൾപ്പെടെ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പാടത്ത് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അതിയായി സന്തോഷം തോന്നി. എന്നാൽ അറയിൽ ചെന്ന് നോക്കിയപ്പോൾ താൻ ഏൽപ്പിച്ച വിത്തുകളുണ്ടല്ലോ അതെല്ലാം അങ്ങനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും കണ്ടു. അവർക്ക് അത്ഭുതം തോന്നി. ഈ വിവരം അവർ ആ ബാലികയോട് ചോദിച്ചപ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ കുട്ടനെല്ലൂർ ഭഗവതിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പാത്രം ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനാൽ തന്നെ ആ കൈകളിലെല്ലാം ഇങ്ങനെ കരി പുരണ്ടിട്ടുണ്ടായിരുന്നു. ആ കൈയോടുകൂടി അതിതേജസ്വിനിയായ ബാലിക അവിടെ നിന്നും ഓടിപ്പോയി. തന്നെ ഇത്രയും കാലം സഹായിച്ചത് ആരാണ് എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. സാക്ഷാൽ ജഗദംബിക തന്നെയാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പരമാനന്ദത്തിൽ മുഴുകിയ ആ ഭക്ത തൻ്റെ എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഈ ദേവീക്ഷേത്രത്തിനായി സമർപ്പിച്ചു എന്നൊരു കഥയുണ്ട്. നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ കൂടെയാണത്രേ പണ്ട് കുട്ടനെല്ലൂർ ഭഗവതി ആറാട്ടുപുഴ പൂരത്തിനായി പോയിക്കൊണ്ടിരുന്നത്. ദേവി ആറാട്ടുപുഴ പൂരത്തിന് പോകാതെയായ ശേഷമാണത്രേ പടിഞ്ഞാറേ ഗോപുരം ഈ ക്ഷേത്രത്തിൽ അടയ്ക്കുന്നത്. 6 മനകൾ ഊരാളസ്ഥാനത്തുള്ള ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതല അണിമംഗലത്ത് മനയ്ക്കാണ്. കുട്ടനെല്ലൂർ ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നാട്ടുകാരടങ്ങുന്ന ക്ഷേത്ര കമ്മിറ്റിയാണ്. ഏക്കറക്കണക്കിന് ഭൂമി പണ്ട് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതായി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോഴാണത്രേ അതെല്ലാം നഷ്ടമായത്. എന്തായാലും അതിസമ്പന്നമായൊരു ഭൂതകാലത്തിൻ്റെ പ്രൗഢിയും ഗരിമയും ഇപ്പോഴും ഓരോ അണുവിലും ഈ ദേവീക്ഷേത്രം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. പ്രധാന വഴിപാടായ അപ്പത്തിനു പുറമെ ത്രിമധുരം, സൂക്തപുഷ്പാഞ്ജലികൾ, ബ്രാഹ്മണിപ്പാട്ട്, ത്രികാലപൂജ, കടുംപായസം, നെയ്വിളക്ക് എന്നിങ്ങനെ ഒത്തിരി വേറെയും വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉച്ചപൂജയ്ക്ക് ദേവിക്ക് മഹാലക്ഷ്മി ഭാവം കൈവരുന്നു എന്നൊരു വിശ്വാസവും ഇവിടെയുണ്ട്. കുംഭമാസത്തിലാണ് അതിപ്രശസ്ത ആണ്ടുവിശേഷമായ പടഹാതി ഉത്സവമായ കുട്ടനെല്ലൂർ പൂരം അരങ്ങേറുന്നത്. കുംഭമാസത്തിൽ ഉത്രം അധികരാവുള്ള ദിവസമാണ് ഉത്രം പാട്ട് നടക്കുന്നത്. ഉത്രം പാട്ടിന് തലേ ദിവസമാണ് പൂരം നടക്കുന്നത്. കുംഭമാസത്തിൽ 2 ഉത്രം വന്നാൽ ആദ്യത്തെ ഉത്രം നക്ഷത്രത്തിലാണ് ഇവിടെ ഉത്രം പാട്ട് നടക്കുക എന്നത് ഒരു പ്രത്യേകതയാണ്. പൂരത്തിന് 7 ദിവസം മുമ്പെയാണ് പൂരപ്പുറപ്പാട് നടക്കുന്നത്. വീമ്പൂർ ശാസ്താവ്, ചേമ്പൂർ ശാസ്താവ്, പനങ്ങാട്ടുകര ശാസ്താവ്, വളർക്കാവ് ഭഗവതി, കുട്ടനെല്ലൂർ ഭഗവതി എന്നീ ദേവീ ദേവന്മാരുടെ ഒത്തുചേരലാണ് കുട്ടനെല്ലൂർ പൂരം. വീമ്പ്, ചേമ്പ്, പന, വള, കുട്ട എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദേവീ ദേവന്മാരിൽ വളർക്കാവ് ഭഗവതി കുട്ടനെല്ലൂർ ഭഗവതിയുടെ സഹോദരിയാണ് എന്നാണ് സങ്കല്പം. ദൈനംദിന ചടങ്ങുകൾക്ക് പുറമെ ആറട്ട്, നവകം, ശ്രീഭൂതബലി എന്നിങ്ങനെ ഒത്തിരി താന്ത്രിക വിധികളും ആചാരാനുഷ്ഠാനങ്ങളും അനവധി കലാപരിപാടികളും പൂരക്കാലത്ത് ഇവിടെ അരങ്ങേറുന്നു.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുട്ടനെല്ലൂർ പൂരത്തിൻ്റെ ആ ദൈർഘ്യമേറിയ പാണ്ടിമേളവും പഞ്ചാരിമേളവും മേളാസ്വാദകരുടെ പ്രധാന ആകർഷണമാണ്. പൂരം ആസ്വദിക്കുവാനും ശ്രവിക്കുവാനുമായി നിരവധി മേളപ്രേമികളും ഭക്തജനങ്ങളും പൂരക്കാലത്ത് ഈ ദേശത്തേക്ക് എത്തിച്ചേരുന്നു. ഉത്രം നാളിൽ സൂര്യോദയത്തിനു മുമ്പ് നടക്കുന്ന അതിവിശിഷ്ടമായ പഞ്ചാരിമേളത്തിൻ്റെ സമയത്ത് ഈ പുണ്യഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് തീപന്തങ്ങളും നിലാവും മാത്രമാണ് എന്നതിൽ നിന്നു തന്നെ നൂറ്റാണ്ടുകളുടെ ആചാരാനുഷ്ഠാനങ്ങൾ എത്രമാത്രം ഈ പ്രശസ്ത ക്ഷേത്രോത്സവം പിന്തുടരുന്നു എന്നത് സ്പഷ്ടമാണ്. വൈകിട്ട് നടക്കുന്ന ഉത്രം പാട്ടോടെ പൂരക്കാലത്തിന് സമാപനമാകുന്നു. മിഥുനത്തിലെ ചോതി പ്രതിഷ്ഠാദിനമാണ്. അന്നേ ദിവസം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നവകം, പഞ്ചഗവ്യം, കലശപൂജ, തൽകലശാഭിഷേകം എന്നിവയും വൈകിട്ട് നിറമാലയും നടക്കുന്നു. കന്നിമാസം 31 അല്ലെങ്കിൽ തുലാം 1 ആണ് ഇവിടെ തൃപ്പുത്തരി അതിപ്രാധാന്യത്തോടുകൂടി ആചരിക്കപ്പെടുന്നത്. അന്നേ ദിവസം അതിവിശിഷ്ടമായ വിഭവസമൃദ്ധമായ പുത്തരി സദ്യ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് 12 ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭഗവത് സേവയും നടക്കാറുണ്ട്. നവരാത്രി, തൃക്കാർത്തിക, കർക്കിടക മാസാചരണം എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. സർവൈശ്വര്യപ്രദായിനിയായി ജഗദംബിക കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഗ്രാമീണതയുടെയും ലാളിത്യത്തിൻ്റെയും ഭംഗി കൂടി പ്രവഹിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ശാന്തസ്വരൂപിണിയായി ഭഗവതി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി മുഴുവനും അനിർവചനീയമായ അലൗകികമായ ആത്മീയമായ ശാന്തി നിറച്ചു വച്ചിരിക്കുന്നു. ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ക്ഷേത്രം ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഐശ്വര്യപ്രദായിനിയായി ഭക്തജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവതി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ത്രിപുരസുന്ദരിയായ അമ്മയുടെ ആ ദിവ്യരൂപത്തെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ അക്ഷരങ്ങളും ജ്ഞാനസ്വരൂപിണിയായ കുട്ടനെല്ലൂർ ഭഗവതിയുടെ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യഭൂമി തന്നെയാണിത്. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതർ ജഗദോഖിലസ്യ പ്രസീദ വിശ്വാരിണി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിടാ. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.